ഹരേ കൃഷ്ണ. മാർച്ച് 24 വരുന്ന ഷഷ്ഠി വ്രതത്തിനെ കുറിച്ച് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മീനമാസത്തിലെ വെളുത്ത പക്ഷ ഷഷ്ഠിയാണ് വരുന്നത്. സുബ്രഹ്മണ്യ ഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ഷഷ്ഠി വ്രതം. ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം നേടാനും ദോഷങ്ങൾ അകറ്റാനും ഈ ദിവസം ഉത്തമമാണ് എന്ന് വിശ്വസിക്കുന്നു. ഷഷ്ഠി പൂജയെക്കുറിച്ചും വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് നോക്കാം. ഷഷ്ഠി വ്രതത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് അതിനെക്കുറിച്ചിട്ട്. ഷഷ്ഠി നോറ്റാൽ പുത്രൻ ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. പ്രധാനമായും സന്താന ലബ്ധിക്കും മക്കളുടെ ഐശ്വര്യത്തിനും തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിനും ജാതകത്തിലെ ചൊവ്വാദോഷം പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നത്. ഷഷ്ഠിവ്രതം എടുക്കുവാൻ വേണ്ടിയിട്ട് പാലിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് പഞ്ചമി ദിവസം, അതായത് തലേന്ന്, ഷഷ്ഠിയുടെ തലേ ദിവസം സസ്യാഹാരം മാത്രം കഴിച്ച് വ്രതം ആരംഭിക്കണം എന്നാണ്. അത് ഒരിക്കലൂണ് കഴിക്കുന്നതാണ് ഉത്തമം. അതായത് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ഷഷ്ഠിയുടെ ദിവസം 1, അത് അതിരാവിലെ ഉണർന്നിട്ട് കുളിച്ച് ഭസ്മധാരണം നടത്തി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തണം എന്നാണ്. അത് ഭസ്മധാരണം രാവിലെ ചെയ്യുമ്പോൾ നനച്ച് തൊടുകയാണ് വേണ്ടത്. പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഒരു നേരം മാത്രം ക്ഷേത്രത്തിലെ നിവേദ്യച്ചോറോ അല്ലെങ്കിൽ ഫലങ്ങളോ കഴിച്ചിട്ട് വ്രതം അനുഷ്ഠിക്കാം എന്നാണ്. അന്നേ ദിവസം മുഴുവൻ ഓം ശരവണഭവ എന്ന മന്ത്രമോ സുബ്രഹ്മണ്യ അഷ്ടകം, സ്കന്ദഷഷ്ഠി കവചം എന്നിവയോ ജപിക്കുന്നത് വിശേഷമാണ്. മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. അത് ഏത് വ്രതം എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. വെറുതെ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടല്ല വ്രതം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് മനഃശുദ്ധി തന്നെയാണ്. മനഃശുദ്ധി ഉണ്ടാവുമ്പോൾ ശരീരശുദ്ധി പാലിച്ചോളും. അടുത്ത ദിവസം രാവിലെ, അതായത് സപ്തമിയുടെ ദിവസം, വ്രതം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തിയിട്ടോ തീർത്ഥം സേവിച്ചിട്ടോ നമുക്ക് വ്രതം അവസാനിപ്പിക്കാൻ പറ്റും. പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത്, അതായത് ഷഷ്ഠി ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മൾ ചെയ്യുന്ന ഉത്തമമായിട്ടുള്ള വഴിപാടുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് പാലഭിഷേകമാണ്. പിന്നെ പഞ്ചാമൃതം, കാവടി, നാരങ്ങ സമർപ്പണം തുടങ്ങിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് വ്രതം എടുത്ത് അവസാനിപ്പിക്കുക. ക്ഷേത്രദർശനം നടത്തി തൊഴുത് വ്രതം അവസാനിപ്പിക്കുക. പാലഭിഷേകം ചെയ്യുന്നത് മനഃശാന്തിക്കും ഐശ്വര്യം ലഭിക്കാനുമായിട്ടാണ് അതിൻ്റെ ഫലം എന്ന് പറയുന്നത്. പഞ്ചാമൃതം ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി ചെയ്യുന്നതാണ്. കാവടി എടുക്കുന്നത് രോഗശാന്തിക്കും ദുരിതമോചനത്തിനും വേണ്ടിയിട്ടാണ്. നാരങ്ങ സമർപ്പണം ചെയ്യുന്നത് ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഇന്നത് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും വേണ്ടത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പൂർണ്ണ ഉപവാസം ഒഴിവാക്കി മിതമായ ആഹാരം, ഇപ്പോൾ പഴങ്ങൾ, പാല് പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചിട്ട് വ്രതം എടുക്കുന്നതിൽ തെറ്റില്ല. അതൊക്കെ ഭക്തിയാണ് ഏറ്റവും പ്രധാനം, മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനം എന്നാണ്. മാർച്ച് 24 ഈ ഷഷ്ഠി ദിനം എല്ലാവർക്കും ഐശ്വര്യപ്രദാവട്ടെ എന്ന് ഇപ്പോഴെന്നെ ആശംസിക്കുകയാണ്. സുബ്രഹ്മണ്യ അഷ്ടകം, സുബ്രഹ്മണ്യ ഗായത്രി, പിന്നെ ലളിതമായിട്ടുള്ള നാമജപങ്ങൾ, ഓം ശരവണഭവ, ഓം വള്ളി ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യായ നമ, സ്വാമിനാഥായ നമ, മുരുകാ ശരണം എന്നെങ്കിലും വിളിച്ചിട്ട് നമുക്ക് അന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. പൂജാ സമയത്തായാലും പ്രദക്ഷിണ സമയത്തായാലും ലളിതമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിച്ച് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ വൈകുന്നേരം ദീപാരാധന സമയത്തോ ജപിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം എന്നാണ്. സ്നാനം കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ധരിച്ച് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഏതെങ്കിലും ഒരു ദിശയിലേക്ക് അഭിമുഖമായി ഇരുന്നിട്ട് വേണം ജപം നടത്താൻ എന്നാണ്
മന്ത്രങ്ങളുടെ അർത്ഥം ഓർത്തുകൊണ്ട് ഭക്തിയോടെ ജപിക്കുക. ഷഷ്ഠി ദിവസം ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് എല്ലാ ദുരിതങ്ങളും അകറ്റി ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. പറ്റുമെങ്കിൽ പാലഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. മനോവിഷമങ്ങൾ മാറാനും കുടുംബത്തിൽ ഐശ്വര്യം നിറയുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ പാലഭിഷേക ദർശനം നടത്തുന്നതും നല്ലതാണ്. കണ്ടു തൊഴുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എല്ലാവർക്കും ഷഷ്ഠി വ്രത ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്.